പാകിസ്ഥാന് ശക്തമായ മുന്നറിയിപ്പുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തീവ്രവാദത്തിന്റെ രക്ഷാധികാരികളുടെ ലക്ഷ്യമൊന്നും ഫലിക്കില്ല. സൈനികർ പൂർണ്ണ ശക്തിയോടെ തീവ്രവാദത്തെ ചെറുക്കും. ശത്രുവിന് തക്ക മറുപടി നൽകുമെന്നും ദ്രാസിൽ നടന്ന കാർഗിൽ വിജയ് ദിവസ് വാർഷിക ചടങ്ങിൽ പ്രധാനമന്ത്രി പറഞ്ഞു. കാർഗിൽ യുദ്ധത്തിൽ രാജ്യത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിച്ച ധീരരായ സൈനികരെ ആദരിക്കാനാണ് പ്രധാനമന്ത്രി ലഡാക്കിലെ ദ്രാസിലെത്തിയത്. ദ്രാസിലെ കാർഗിൽ യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിച്ച പ്രധാനമന്ത്രി സൈനികരോട് രാജ്യം എന്നും കടപ്പെട്ടിരിക്കുന്നുവെന്ന് വ്യക്തമാക്കി. കാർഗിൽ में हमने केवल युद्ध नहीं जीता था, हमने सत्य, संयम और सामर्थ्य का अद्भुत परिचय दिया था. പാകിസ്ഥാൻ മുൻകാലങ്ങളിൽ നടത്തിയ എല്ലാ കുൽസിത ശ്രമങ്ങളും പരാജയപ്പെട്ടു. എന്നിട്ടും അവർ ഒന്നും പഠിച്ചില്ല. पाकिस्तान ने अतीत में जितने भी दुष्प्रयास किए उसे मुंह की खानी पड़ी है, लेकिन पाकिस्तान ने अपने इतिहास से कुछ नहीं सीखा है. അഗ്നിപഥ് വളരെ ഉറച്ച തീരുമാനമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. अग्निपथ योजना के जरिए देश ने इस महत्वपूर्ण सपने को एड्रेस किया है. अग्निपथ का लक्ष्य सेनाओं को युवा बनाना है. अग्निपथ का लक्ष्य सेनाओं को युद्ध के लिए निरंतर योग्य बनाए रखना है. ചിലർ ദേശീയ സുരക്ഷയുടെ പേരിൽ രാഷ്ട്രീയം കളിക്കുകയാണ്. സൈന്യത്തിൽ കൂടുതൽ യുവാക്കളെ ഉൾപ്പെടുത്തുക എന്നത് ദശാബ്ദങ്ങളായുള്ള ആവശ്യമാണ്. ഇന്ത്യൻ സൈനികരുടെ ശരാശരി പ്രായം ആഗോള ശരാശരിയേക്കാൾ കൂടുതലാണെന്ന കാര്യം പല സമിതികളിലും ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഈ വെല്ലുവിളിയെ നേരിടാനുള്ള ഇച്ഛാശക്തി ആരും പ്രകടിപ്പിച്ചില്ല. പെൻഷൻ പണം ലാഭിക്കാനാണ് സർക്കാർ പദ്ധതി കൊണ്ടുവന്നതെന്ന് ചിലർ തെറ്റിദ്ധാരണ പരത്തുന്നു. എന്നാൽ രാഷ്ട്രീയമല്ല, സുരക്ഷയാണ് പരമപ്രധാനമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.